നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. മക്കയിലെത്തി ഉംറ നിർവഹിച്ച ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇർഫാൻ പത്താന്റെ കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം വിളികളുമായി തീവ്ര ഹിന്ദുത്വർ. മകനൊപ്പം ഉംറ നിർവഹിക്കാൻ അനുഗ്രഹമുണ്ടായെന്ന കുറിപ്പോടെയാണ് മുൻ താരവും കമന്ററുമായ ഇർഫാൻ പത്താൻ ഉംറ നിർവഹിച്ച ചിത്രം പോസ്റ്റ് ചെയ്തത്. ഇതിനിടയിലാണ് ജയ് ശ്രീറാം വിളികളുമായി നിരവധി പേരെത്തിയത്. വലിയ രീതിയിലുള്ള ഒഴുക്കാണ് ജയ് ശ്രീറാം വിളിക്കാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് കീഴിലേക്ക് നടക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ഇർഫാൻ പത്താൻ 2020 ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചത്. 29 ടെസ്റ്റിൽ 1105 റൺസും 100 വിക്കറ്റും നേടിയ താരം 120 ഏകദിനത്തിൽ 1546 റൺസിനും 173 വിക്കറ്റിനും 24 ട്വന്റി-ട്വന്റികളിലും 172 റൺസും 28 വിക്കറ്റും നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ താരമാണ് അദ്ദേഹം. ഉംറ നിർവഹിച്ച ചിത്രത്തിന് കീഴിൽ പോയി ശ്രീരാം വിളിച്ച് ആത്മനിർവൃതി അടിയുന്നവരുടെ മനോനിലയാണ് ശരിക്കും പരിശോധിക്കേണ്ടത്. മാറുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇന്ത്യക്ക് വേണ്ടി ഇർഫാൻ പത്താൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആർപ്പു വിളിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. അന്ന് മതവർഗീയതയുടെ വേലിക്കെട്ട് ഇല്ലാത്തതിനാൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് 10 വർഷം സംഘപരിവാർ ഭരണം നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി കളഞ്ഞിരിക്കുന്നു. എവിടെയും മതവും വർഗീയതയുമായിരിക്കുന്നു സംസാര വിഷയം. രാജ്യത്തെ പൗരനീതി വരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് ആദ്യമായിട്ടല്ല ഇത്തരം സംഭവം ഇർഫാൻ പത്താന് നേർക്കുണ്ടാവുന്നത്. രാമനവമിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളിൽ പ്രതികരിച്ച മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താന്റെ ഭാര്യയ്ക്കെതിരെയായിരുന്നു സൈബർ ആക്രമണം അന്ന് നടന്നത്. സഫ ബേഗിന്റെ മോഡലിംഗ് കാലത്തെയും പത്താന്റെ ഭാര്യയായ ശേഷമുള്ള സമയത്തെയും ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇവർക്കെതിരെ അധിക്ഷേപം നടന്നത്. വിവാഹത്തിന് ശേഷം ഹിജാബ് അണിഞ്ഞാണ് സഫ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. 2016 ഫെബ്രുവരിയിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം. ഇതിനിടെ രാമനവമിയുമായി ബന്ധപ്പെട്ട ഇർഫാന്റെ ട്വീറ്റ് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്റെ രാജ്യം, എന്റെ സുന്ദര രാജ്യം, ഭൂമിയിലെ തന്നെ ഏറ്റവും ഉന്നതിയിലെത്താൻ കഴിവുള്ള രാഷ്ട്രം, പക്ഷേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. ഇതിനെ തുടർന്നായിരുന്നു അന്ന് ഇർഫാൻ പത്താന് നേർക്ക് സൈബർ ആക്രമണം ഉണ്ടായത്.